മലയോര വികസനത്തിന് മുതൽക്കൂട്ടായ മലയോര പാതയുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കോടഞ്ചേരി മുതൽ കക്കാടംപൊയിൽ വരെ 34 കിലോമീറ്ററാണ് പാത. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയാണ് മലയോര ഹൈവേ. ഇതിൽ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചിന്റെ പ്രവൃത്തിയാണ് പൂർത്തിയായത്. 195 കോടി ചെലവിട്ടാണ് 34 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത്. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. നടക്കില്ല എന്ന് പലരും പ്രചരിപ്പിച്ചൊരു പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലെ ഒരു പാത യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പേര് കേരളമാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കുന്ന കാര്യം. തിരുവമ്പാടി മണ്ഡലത്തിലെ ഏറ്റവും നീളം കൂടിയ റീച്ച് കൂടിയാണിത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തുഷാരഗിരി, അരിപ്പാറ, ഉറുമി വെള്ളച്ചാട്ടങ്ങൾക്കും കക്കാടംപൊയിലിനും സമീപത്തുകൂടി കടന്നുപോകുന്നതിനാൽ വിനോദസഞ്ചാര മേഖലയുടെ വികസനവും സാധ്യമാകും. അതേസമയം ഈ റീച്ചിൽ ഉൾപ്പെട്ട 7 കിലോമീറ്റർ ഭാഗം ഒഴിവാക്കിയതിനെതിരെ വിമർശനമുയർത്തിരുന്നു. എന്നാൽ ഇവിടെ കണക്ടിംഗ് റോഡ് നിർമ്മിക്കുന്നതിന് 26 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് MLA ലിൻഡോ ജോസഫ് ചടങ്ങിൽ അറിയിച്ചു. 24 കോഴിക്കോട്.